ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരം ഗംഭീരമാക്കി മലയാളി താരം ആശാ ശോഭന. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 4 വിക്കറ്റ് വീഴ്ത്തി ആശാ ശോഭന ഇന്ത്യയുടെ വിജയശില്പിയായി. ആദ്യ മത്സരത്തിൽ തന്നെ മിന്നും പ്രകടനം കാഴ്ചവെച്ച ആശ ഇന്ത്യ ടീമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വനിതാ താരങ്ങൾക്ക് ഒരു പ്രചോദനം കൂടിയാണ്. വനിതാ പ്രീമിയർ ലീഗിൽ 5 വിക്കറ്റ് നേട്ടവുമായി ദേശീയ ശ്രദ്ധയാകർഷിച്ചു. പിന്നാലെ 33-ാം വയസ്സിൽ ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു. അങ്ങനെ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി. ആദ്യം 2020-ലും പിന്നാലെ ഏകദിനത്തിലും അരങ്ങേറ്റം കുറിച്ചു. ഇന്നലെ ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗിന്റെ നട്ടലൊടിച്ച ആശയുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ സ്വപ്നങ്ങൾ ഓരോന്നായി കീഴടങ്ങുകയാണ്. വനിതാ താരങ്ങൾ 20കളുടെ അവസാനത്തിൽ അന്താരാഷ്ട്ര കരിയറിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോഴാണ് ആശാ ശോഭന എന്ന തിരുവനന്തപുരത്തുകാരി 30കളിൽ അന്താരാഷ്ട്ര കരിയർ ആരംഭിക്കുന്നത്. കായിക രംഗത്തേക്ക് വരുന്ന യുവതാരങ്ങൾക്ക് ആശാ ശോഭന ഒരു പ്രചോദനം കൂടിയാണ്. തന്റെ ആദ്യ അന്താരാഷ്ട്ര പരമ്പരയ്ക്ക് ശേഷം ജനം ടിവിയോട് സംസാരിച്ചപ്പോഴും ആശയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഇതുതന്നെയായിരുന്നു. പിന്നെ പല ആൾക്കാരും ഒരു 28-30 വയസ്സ് വരുമ്പോൾ സ്പെഷ്യലി വിമൻ ക്രിക്കറ്റിൽ കളി നിർത്തേണ്ട ഒരു ഇനി നിർത്താം, ഇനി ഹോപ്പൊന്നുമില്ല എന്ന് പറയുന്ന ഒരു സമയത്താണ് എനിക്ക് തോന്നുന്നത് അതെൻ്റെ ഒരു എന്താ പറയുന്ന ഒരു മെൻ്റൽ ടഫ്നെസ് തന്നെയാണ്. ഞാൻ കൂടുതലും ക്രിക്കറ്റ് കളിക്കുമ്പോഴും ഞാൻ കൂടുതലും എൻ്റെ മൈൻഡ് ഉപയോഗിച്ചാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ടഫായിരുന്നു. ഒരിക്കലും അങ്ങനെ വിട്ടുകളയാൻ പാടില്ല എന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. എനിക്കത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. ആശയുടെ മുന്നിലുള്ള വലിയ സ്വപ്നം ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് കളിക്കുക എന്നതാണ്. ഇത്രയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ ആശയ്ക്ക് അതും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വേൾഡ് കപ്പ് ടീമിൽ ഉണ്ടായിരിക്കണം, വേൾഡ് കപ്പിൽ ഇന്ത്യ ജയിക്കണം, അതിലൊരു ഭാഗമായിരിക്കണം. അത് വല്ലാത്തൊരു സ്വപ്നമായിരിക്കും. അത് നടക്കാനാണ് എൻ്റെ പ്രാർത്ഥന. സ്പോർട്സ് ഡെസ്ക്, ജനം.